വിനയ, ഒരു മിനിറ്റ് ഒന്ന് പുറത്തേക്ക് വരും. അറിഞ്ഞോ, ഈ ആഴ്ച നമുക്ക് രണ്ടുപേർക്കും ലീവാ. അതെന്താ? അടുത്ത ആഴ്ച ഡോക്ടർ ശർമ്മ ലണ്ടനിലേക്ക് പോവുക ഒരു കോൺഫറൻസിന്. 4 മാസം കഴിഞ്ഞ് തിരിച്ചു വരും. ആ സമയം മുഴുവനും കംപ്ലീറ്റ് ഡ്യൂട്ടി നമുക്ക് രണ്ടുപേർക്കുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ നിവൃത്തി ഉണ്ടാവില്ല. എന്താ പരിപാടി? വിനയനൊന്ന് പോയി അമ്മയെ കണ്ടിട്ട് വരുന്നോ? ഡോക്ടർ ഇനി ആദ്യമായിട്ട് അവധിക്ക് പോകുമ്പോ ഞാനും വരട്ടെ? ഇല്ല, ഞാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കാം. ദാറ്റ്സ് ഗുഡ്. ഞാൻ ഈ ആഴ്ചത്തേക്ക് ഒരു പരിപാടി ഇടുക. ഒരു ദിവസം മൗണ്ടനറിംഗ്, ഒരു ദിവസം ഹണ്ടിങ്, ഒരു ദിവസം കാർഡ്സ് പ്ലേ, അങ്ങനെ. നാളെ ഹണ്ടിങ്. റെഡിയായി നിൽക്കണം. ഓക്കെ സാർ? പ്രിയപ്പെട്ട എന്റെ വിനയന് കത്ത് കിട്ടി. ഇന്നോളം മോന്റെ ഒരിഷ്ടത്തിനും എതിര് നിന്നിട്ടില്ലാത്ത അമ്മയ്ക്ക് ഈ കാര്യത്തിൽ, നിന്റെ പക്ഷിയുടെ കാര്യത്തിൽ സത്യം ഒട്ടും എതിർപ്പില്ല. നിന്റെ മനസ്സ് അമ്മയ്ക്കല്ലേ അറിയൂ. നീ നല്ലതേ ചെയ്യൂ. നിനക്ക് തെറ്റുപറ്റില്ല. അമ്മയുടെ പൂർണ്ണ സമ്മതം. മോന്റെ പക്ഷിയെ കാണാൻ ഈ അമ്മയ്ക്ക് ഒത്തിരി കൊതിയായി. നിർത്തട്ടെ? ഹലോ, ഞാനാ വിനയൻ. അമ്മയുടെ കത്ത് വന്നു. അമ്മയ്ക്ക് ഇഷ്ടായിന്ന്. ഇനി റോങ് നമ്പർ. എന്താ വിനയ ഡള്ളായിരിക്കുന്നത്? കമോൺ. ജോസ്, എനിക്ക് ജോസിനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താ അത്? പറയൂ. ജോസിന് ഒട്ടും ഇൻസൾട്ടഡ് ആയി തോന്നരുത്. എന്തിനാ മുഖവരിയൊക്കെ? ടെൽമി. അന്ന് വൈകുന്നേരം ഞാൻ പള്ളിയിലേക്ക് ഓടിക്കയറിയതും നീനയെ കണ്ടതും ജോസ് എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചതും ഒക്കെ ഒരു ഭാഗ്യം ചെയ്ത നിമിത്തമായിട്ട് ഞാൻ കരുതുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വിനയൻ എന്താ വേണ്ടേ? ഞാൻ നീനയോട് സംസാരിച്ചു. ഡാഡിക്കും ജോസിന് ഇഷ്ടമാവില്ല, അതുകൊണ്ട് നീനയ്ക്കും ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. എന്ത്? എനിക്ക് നീനയെ കല്യാണം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. How dare you say bastard? എന്റെ പെങ്ങളെ കുറിച്ച് എന്താ കരുതി? പച്ച പാവം ചമഞ്ഞ് നാട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഒരു ധാരണയുണ്ട്. ജീൻസും ഫ്രോക്ക് വിട്ട് നടക്കുന്ന അന്യനാട്ടിലെ പെണ്ണുങ്ങളൊക്കെ പിഴകളാണെന്ന്. ലണ്ടനിൽ കിടന്ന് നിറങ്ങിയിട്ട് ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളൊന്നും കുത്തഴിഞ്ഞിട്ടില്ല വിനയ. ഡാഡിക്കും എനിക്കും അവളെ കുറിച്ച് എന്തൊക്കെ സങ്കല്പങ്ങളാണെന്ന് അറിയാമോ വിനയന്? വിനയ, ഒരു ഫ്രണ്ട് തന്റെ ഫ്രണ്ടിന്റെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലാത്തതാണ് വിനയൻ എന്ന് പറഞ്ഞത്. പക്ഷിത്തൂലികളെയും പുസ്തകങ്ങളെയും കഥകളെയും പൂക്കളെയും സ്നേഹിക്കുന്ന ഒരു പാവമാണ് എന്റെ പെങ്ങൾ. നമ്മൾ തമ്മിൽ വഴക്കുണ്ടായി എന്നറിഞ്ഞാൽ അവൾ ഒത്തിരി വേദനിക്കും. ഡാഡിക്കും എനിക്കും സഹിക്കാനാവില്ലത്. പ്ലീസ് വിനയ, ഉപദ്രവിക്കരുത്. ഞങ്ങളെ ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. എന്താ ഇവനെയാ നിന്റെ പക്ഷി?
എവിടെ നിന്റെ കത്തുകൾ? എന്തായി നിന്റെ പക്ഷി? കളവായിരുന്നമ്മേ, എല്ലാം കളവായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു പക്ഷിയുമില്ല, ഒന്നുമില്ല. എന്റെ അമ്മയുടെ മനസ്സിന്റെ വലിപ്പം അറിയാൻ വേണ്ടി ഞാൻ വെറുതെ എഴുതിയതല്ലേ. ബിസി അല്ലെങ്കിൽ ഒന്ന് വീട് വരെ വരുമോ? എന്തിനാ? അതൊക്കെ വന്നിട്ട് പറയാം. നിനക്ക് ഞാനൊന്ന് റെഡിയായിട്ട് വരാം. വരൂ വിനയ, ഡാഡിക്കാ കാണേണ്ടത്. കൺഗ്രാജുലേഷൻ വിനയൻ. എന്തിനാ? വിവാഹത്തിന്, വിനയന്റെ വിവാഹത്തിന്. ഒന്നും ഒളിപ്പിച്ചു വേണ്ട, എല്ലാവരും അറിഞ്ഞോട്ടെ എന്ന് കരുതി. അതിനാ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ഇവരെയൊക്കെ ഞാൻ വിളിച്ചു വരുത്തിയത്. എന്റേത് മാത്രമല്ല, ഇവരുടെയൊക്കെ അനുവാദവും പിന്തുണയും നിങ്ങൾക്കുണ്ട്. ഏത് മതാചാരപ്രകാരവും നിങ്ങൾക്ക് കല്യാണം കഴിക്കാം, ഏത് മതാചാരപ്രകാരവും നിങ്ങൾക്ക് ജീവിക്കാം. കൺഗ്രാചുലേഷൻ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ? എന്റെ പെങ്ങളുടെയും വിനയന്റെയും കല്യാണത്തിന് എന്റെയും ഡാഡിയുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ സമ്മതമെന്ന്. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഇനി ഇത് നീട്ടിക്കൊണ്ടു പോരുത്. എത്രയും വേഗം കല്യാണം നടത്തണം, ഇന്നെങ്കിൽ ഇന്ന് തന്നെ. ഓക്കെ? നീന പുറത്തങ്ങുണ്ട്, ചെല്ല്. ഞാൻ ഇവർക്കൊക്കെ മധുരത്തിന് പകരം മദ്യം വിളമ്പി ടെൻഷൻ ഇല്ലാതാക്കട്ടെ. ഒരു മിനിറ്റ്. എന്റെ മോള് വിനയന് വേണ്ടി ഈ വീട്ടിൽ നടത്തിയ പോരാട്ടമുണ്ടല്ലോ, ഫൈറ്റ്, ലവ് ഫൈറ്റ്, സ്നേഹമുള്ള ഒരു ഡാഡിക്കും എതിർത്ത് നിൽക്കാനാവുന്നതല്ല. അത്രമാത്രം അവള് വിനയനെ സ്നേഹിക്കുന്നു. അതുപോലെ വിനയനും സന്തോഷത്തോടുകൂടെ തന്നെയാ ഞാൻ അവളെ വിനയനെ ഏൽപ്പിക്കുന്നു. ഗോ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ജോസ്, എല്ലാം അവസാനിച്ചു എന്ന് കരുതി തളർന്ന നിമിഷത്തിൽ നീന തന്ന ഈ തുടക്കമുണ്ടല്ലോ, ഗംഭീരമായി. എന്തിനായിരുന്നു ഈ നാടകമൊക്കെ? ഡാഡിക്ക് ഒറ്റ നിർബന്ധമേ ഉള്ളൂ, കല്യാണം ഇന്ന് തന്നെ ആയാക്കൊള്ളാമെന്ന്. അത് ഹിന്ദു ആചാരപ്രകാരമോ കൃഷ്ണ ആചാരപ്രകാരമോ ആകാം. എങ്ങനെ വേണം? ഞാൻ അമ്മയ്ക്ക് എഴുതട്ടെ? എന്ത്? അമ്മ തെരഞ്ഞെടുക്കുന്ന വളരെ നല്ലൊരു മുഹൂർത്തം നോക്കാതെ, നിറപറയും നിലവിളക്കും അഗ്നിയും സാക്ഷിയാകാതെ, നാഗസ്വരമേളങ്ങളില്ലാതെ, പള്ളിമണികൾ മുഴങ്ങാതെ, അമ്മയുടെ മകൻ ഊട്ടിയിലെ ഒരു സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് വിവാഹിതനാകുന്നുവെന്ന്.
ആദ്യം എങ്ങോട്ടാ? എങ്ങോട്ടാ? നിനക്ക് പള്ളിയിൽ പോണ്ടേ പ്രാർത്ഥിക്കാൻ? പള്ളിയിൽ പോണമെന്നില്ല. മമ്മിയുടെ കല്ലറ വരെ ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. എവിടെയാ അത്? പോവാം. മമ്മിയോട് എന്ത് പറയായിരുന്നു? ഇതാളെന്ന് പറഞ്ഞു. അപ്പൊ മമ്മി എന്ത് പറഞ്ഞു? ലേശം പ്രായക്കൂടുതൽ തോന്നല്ലോ മോളേന്ന്. ഓഹോ, അപ്പൊ നീ എന്ത് പറഞ്ഞു? അതാ മമ്മി എനിക്കിഷ്ടമായെന്ന്. പിന്നെ പിന്നെ ഡോക്ടർക്കൊരു അമ്മയുണ്ട്, ആ അമ്മയെ എനിക്കും പങ്കുവയ്ക്കാമല്ലോ എന്ന്. എന്താ ആലോചിക്കുന്നേ? അമ്മയുടെ കാര്യമാ. ഡോക്ടർ ശർമ്മ വരാൻ ഇനിയും 3-4 മാസമാവും. അതുവരെ അമ്മയെ കാണാൻ പറ്റില്ലല്ലോ. ഒരു 3-4 ദിവസം അവധി എടുത്ത് പോയി വന്നൂടെ നമുക്ക്? വേണ്ട, അത് ശരിയാവില്ല. ഡോക്ടറല്ലേ, ഡ്യൂട്ടി ഫസ്റ്റ്. അമ്മ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളത് അത്. സാരമില്ല, അമ്മയ്ക്ക് ദിവസവും എഴുതാം, രാവിലെയും വൈകുന്നേരവും ഫോട്ടോസ് വെച്ചു കൊടുക്കാം. ഇനി നമ്മളെങ്ങോട്ടാ? ചുമ്മാ നടക്കാം, എന്നിട്ട് വീട്ടിലേക്ക് പോവാം. എന്താ, പോരെ? ഓക്കെ. ഇന്ന് നമുക്ക് ഡോക്ടറുടെ വീട്ടിൽ കിടക്കാല്ലേ? ഇപ്പോഴേ തുടങ്ങിയോ കിടക്കാനുള്ള ചിന്തയൊക്കെ? ശോ, അതല്ല, ഡാഡിയും ജോസ്റ്റാനും ഉള്ള വീട്ടിൽ കിടക്കാൻ ഒരു മടി. ഒരു നാത്തൂനെങ്കിലും വീട്ടിലുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഡാഡിയോട് ഡോക്ടർ തന്നെ പറയണം. ഇനിയും എന്തിനാ ഈ ഡോക്ടർ? വിനയാന്ന് വിളിച്ചൂടെ? അല്ലെങ്കിൽ വിനയേട്ടാന്നെങ്കിലും? ഡോക്ടറിന് മതി. ഒരുപാട് ഇഷ്ടം തോന്നുമ്പോ വിനേട്ടാന്ന് വിളിച്ചോളാം. എന്താ അങ്ങനെ? എല്ലാരും എന്നെ നീന നീനന്നല്ലേ വിളിക്കാറ്. സ്നേഹം അങ്ങ് കവിഞ്ഞൊഴുകുമ്പോ വല്ലപ്പോഴൊക്കെ മമ്മി എന്നെ പള്ളിയിലിട്ട പേര് ചൊല്ലി വിളിക്കാറുണ്ടായിരുന്നു. എന്താ അത്? കുഞ്ഞിക്കാമയെന്ന്. ഞാൻ ചോദിച്ചതിന് കുഞ്ഞക്കാമ്മ, സോറി, നീന മറുപടി പറഞ്ഞില്ലല്ലോ. എന്ത്? എന്തിനായിരുന്നു എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് ആ നാടകം? ആദ്യം കല്യാണത്തിന് ഇഷ്ടമില്ലാന്ന് എന്നോട് പറഞ്ഞു, പിന്നെ വീട്ടിൽ ഫൈറ്റ് ചെയ്തു. എന്തിനായിരുന്നു? ഡോക്ടർ ആദ്യമായിട്ട് എന്നെ എപ്പോഴാ കണ്ടത്? പള്ളിയിൽ വെച്ച്, കറുത്ത സ്കാർഫൊക്കെ ചുറ്റി. അതിനു മുൻപ് 2 തവണ ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. ഒരിക്കൽ രാവിലെ എഴുന്നേറ്റപ്പോ ജോസ്റ്റാൻ ഡാഡിയോട് പറയുന്നത് കേട്ടു. ഹോസ്പിറ്റലിൽ ഒരു മലയാളി ഡോക്ടർ വന്നിട്ടുണ്ട്. ഹാൻസം, എഫിഷ്യന്റ്, മര്യാദക്കാരൻ, പാവം എന്നൊക്കെ. എന്റെ മനസ്സിലൂടെ പെട്ടെന്ന് എന്തോ പാഞ്ഞുപോയി. എന്റെ ആളാണെന്ന ചിന്ത. അതിൽ പിന്നെ 2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ വന്ന് ഞാൻ ഒളിച്ചെന്ന് കണ്ടു. ഒരിക്കലും വിചാരിച്ചില്ല ഡാഡിയും ജോസ്റ്റാനും സമ്മതിക്കുമെന്ന്. ആ മോഹം ഉപേക്ഷിച്ചതാ. പിന്നെ ഡോക്ടർ എന്നോട് നേരിട്ട് പറഞ്ഞപ്പോ വെറുതെ ഒന്ന് ഫൈറ്റ് ചെയ്ത് നോക്കി. അപ്പോഴാ അറിഞ്ഞത്, ജാതിയെക്കാളും മതത്തെക്കാളും, എന്തിന് ദൈവത്തെക്കാളും ഏറെ എന്റെ ഡാഡി എന്നെ സ്നേഹിക്കുന്നു.